Hi friends, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പേസ്ട്രി ആണ് ട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവന്റെയും ബീറ്ററിന്റെയും വിപ്പിഡ് ക്രീമിന്റെയും ഒന്നും ആവശ്യമില്ല. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം അങ്ങ് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചേർത്ത ശേഷം ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് പഞ്ചസാര നന്നായി മെൽറ്റായി ഈ യെല്ലോ കളർ ഒരു ലൈറ്റ് കളർ ആവുന്നവരെ നന്നായി അടിച്ചെടുക്കാം. 1/2 കപ്പ് ഇളംചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചൂട് കൂടി പോവരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുന്നത്. പാലാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് മെല്ലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 18 സെന്റിമീറ്ററിന്റെ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ പുരട്ടിയിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചതാണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് എല്ലാം പോവാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ടാപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റോളം ഈ പാന് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം അതിന് മുകളിൽ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. പാനിൻ്റെ മൂടിയിലെ ഹോള് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് അടക്കുകയാണ്. ഇനി ഇതൊരു 35 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ കേക്ക് ആകുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അടുത്തതായി കേക്കിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി ചൂടായാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കൂടുതലാണെങ്കിൽ മൈദ നന്നായിട്ട് കുക്കാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ആക്കുന്നവരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇപ്പോൾ വൈറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത ശേഷം ചെറുതായി ഒന്ന് ചൂടാറിയാൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ക്രീമിലേക്ക് തട്ടുന്ന രീതിയിൽ താഴ്ത്തി വെച്ചിട്ട് കവർ ചെയ്യാം. ഇല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഈ കേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ആക്കാം. ഈ ക്രീം ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാം. ഈ കേക്ക് ഇപ്പോൾ അടിഭാഗം മുകളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യാനാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൽ ഈ ക്രീം ആക്കിയിട്ട് അതിൻ്റെ കോർണറൊന്ന് കട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പൈപ്പിംഗ് ബാഗ് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ. ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അൺസ്വീറ്റൻ കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോക്ലേറ്റ് പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.